ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാൻ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുള്ളത്. അവിടെ നടത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊപ്പം നിലവിലെ സ്ഥിതിഗതികൾ ഇവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമായി തന്നെ വിലയിരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നിലവിൽ നടക്കുന്ന ഭീകരവിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനും കൂടുതൽ സേനാ വിന്യാസം കശ്മീർ താഴ്വരയിൽ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കശ്മീർ താഴ്വരയിൽ നിന്ന് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന്, ഭീകരവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് സർവ്വശക്തിയും എടുത്ത് ഭീകരവിരുദ്ധ പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കശ്മീർ താഴ്വരയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാകണം സൈനിക നടപടിയെന്ന നിർദ്ദേശവും പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജമ്മു കാശ്മീരിൽ വരും ദിവസങ്ങളിൽ ഭീകരവിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും സേനാവിന്യാസം ശക്തമാക്കുന്നതിനുമുള്ള തീരുമാനങ്ങൾ ഈ അവലോകന യോഗത്തിൽ കൈക്കൊണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ, കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇതിനോടകം ജമ്മു കാശ്മീരിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളെ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഭീകരവിരുദ്ധ പോരാട്ടം, ഭീകരവിരുദ്ധ നടപടികൾ കശ്മീർ താഴ്വരയിൽ ശക്തമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഒപ്പം ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായി കൂടിയാലോചന നടത്തി, എന്നിവരുമായി ചർച്ച നടത്തിക്കൊണ്ട് നിലവിലെ സ്ഥിതിഗതികളും ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ സൈനിക നടപടികൾക്കൊപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യ ഡൽഹിയിൽ നിന്ന് ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിൽ അതിർത്തിയിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാനാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർവ്വസന്നാഹങ്ങളും ഒരുക്കാനാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.